ശമ്പള പ്രതിസന്ധിയിൽ പാലക്കാട് KSRTC ജീവനക്കാരുടെ പ്രതിഷേധം. പാലക്കാട് ഡിപ്പോയിൽ വിഷുക്കണി ഒരുക്കിയാണ് എംപ്ലോയീസ് സംഘിന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പാലക്കാട് നിന്നും നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികൾ നാളെ വിഷു ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക് ഇതുവരെ പൂർണ്ണമായ ശമ്പളം കിട്ടിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് KST എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പാലക്കാട് KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ KSRTC സ്റ്റാൻഡിൽ ഇപ്പോൾ പ്രതിഷേധ കണി ഒരുക്കിക്കൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. KSRTCയിൽ മന്ത്രി അടക്കം മാറി വന്നിട്ടും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. നിരന്തരം തങ്ങളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പരാതികളും മറ്റും നൽകിയിട്ടും പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ വിഷുക്കണി ഒരുക്കിക്കൊണ്ട് ഇന്നിപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്ക് കാണാൻ കഴിയും ഈ പ്രതിഷേധ വിഷുക്കണിയിൽ സാധാരണ വിഷുവിനെ നമ്മൾ ഒരുക്കുന്ന കണിയിൽ ഒരുക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ഈ മാസം നിങ്ങൾക്ക് പകുതി ശമ്പളം, മാർച്ചിലെ പകുതി ശമ്പളം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതെ, നമുക്ക് കഴിഞ്ഞ കുറേ സമയമായിട്ട് പൂർണ്ണമായിട്ട് ശമ്പളം തരുന്നില്ല. അത് ഗഡുക്കളായിട്ടാണ് ശമ്പളം തരുന്നത്. അത് ജീവനക്കാരുടെ യാതൊരുവിധ നിർദ്ദേശവും ഇല്ലാതെ, അവരുടെ അഭിപ്രായം പോലും ചോദിക്കാതെ ജീവനക്കാരുടെ KSRTC ജീവനക്കാരുടെ ശമ്പളം പകുതിയായിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തോന്നുന്ന സമയത്താണ് തരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കണമെന്നാണ് BMSന് പറയാനുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞത് 5-ാം തീയതി, എല്ലാ മാസവും 5-ാം തീയതി കൃത്യമായി ശമ്പളം തരുമെന്ന് പറഞ്ഞതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ വിഷുവിന് ഇപ്പം നമുക്ക് പകുതി ശമ്പളമാണ് കിട്ടിയത്. ഈ പകുതി ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാങ്ക് പിടുത്തവും അവൻ്റെ PF ബാക്കി പിടുത്തങ്ങളെല്ലാം കഴിയുമ്പോൾ ഈ ശമ്പളം തീരും. പിന്നെ അവൻ എന്തുകൊണ്ടാണ് വിഷു ആഘോഷിക്കുക? അവൻ്റെ വീട് പട്ടിണിയാണ്. വിഷു കൈനീട്ടം കൊടുക്കാൻ അവൻ്റെ കയ്യിൽ പൈസയില്ല. ഒരു കണി ഒരുക്കാൻ അവൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതീകാത്മകമായിട്ട് ഒരു പ്രതിഷേധ കണി ഒരുക്കിക്കൊണ്ട് BMS ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അതാണ്, നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള പരാതികൾ അവർ ഉന്നയിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇത്തവണയും ഒരു വിഷു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കൂടുതൽ ചിലവ് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നിരിക്കെയും ഇത്തവണ മുഴുവൻ ശമ്പളവും നൽകാത്തതിലാണിപ്പോൾ BMS പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്.